ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ട്, അതോടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി നമ്മളൊരു ഫ്യൂച്ചറിൽ ഒരു ഗിവ് അവേ ഒക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് പെട്ടെന്ന് ഫോളോ ചെയ്തോ. ഗിവ് അവേൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇനിയുള്ള വീഡിയോസിൽ വരുവേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2025 ഹോട്ട് വീൽസ് ഇറക്കിയ മോട്ടോർ ഷോൻ്റെ 5 പാക്ക് ആയിട്ടാട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷം ഇറക്കിയ 5 പാക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പാക്ക് ആയിരുന്നു മോട്ടോർ ഷോ. അപ്പോൾ ഈ 2025 അവർ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. വാ. അപ്പോൾ ഞാനിത് ഓൾറെഡി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് പുറത്തെടുക്കാമേ, എന്നിട്ട് ഓരോ കാറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാമേ. ഇതാണ് 2025 ഹോട്ട് വീൽസ് ഇറക്കിയ മോട്ടോർ ഷോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കാർ എന്ന് പറയുന്നത് വൾക്കൻ കേട്ടോ. ഇത് ഒഫീഷ്യലി ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ ഫേവറേറ്റ് കളറായ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലുമാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. എൻ്റെ നല്ല സ്റ്റിക്കർ വർക്കും ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂറസൻറ്റ് ഗ്രീൻ പോലത്തെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വീൽസിൻ്റെ അലോയ്സ് ഒക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല വ്യൂ തന്നെയല്ലേ ഈ സൈഡ് വ്യൂ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. മറ്റേ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അകത്ത് സീറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. അപ്പോൾ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ സ്പോയിലറൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ആസ്റ്റൺ മാർട്ടിൻ വൾക്കൻ മോട്ടോർ ഷോയിലെ രണ്ടാമത്തെ വണ്ടി ഫെറാറി SF90 സ്റ്റാർ ഡേ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ആണ് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ അവിടെ മറ്റേ നമ്മുടെ ഫെറാറിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വീൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ അലോയ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സൈഡ് പ്രൊഫൈല്. ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫെറാറിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഗ്ലാസ്സിലൂടെ അകത്തുള്ള സീറ്റ്സും സ്റ്റിയറിങ്ങും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഫെറാറിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. ഭയങ്കര ഡീറ്റെയിലിംഗ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ഡീറ്റെയിലിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോൾ ലുക്ക് ഫെറാറി SF90 സ്റ്റാർ ഡേ. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോർ ഷോയിലെ മൂന്നാമത്തെ വണ്ടി 174 GT. അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഒരു നല്ല ഗ്ലോസി വയലറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വീൽസ് അലോയ്സ് ഒക്കെ ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ രണ്ടെന്നൊക്കെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല്. ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, മറ്റേ രണ്ട് കാറുകളെക്കാട്ടിലും കൂടുതൽ. കാരണം ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. നമ്മുടെ ഫോർഡിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ കാണാം. അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് സീറ്റ്സ് ഒക്കെ കാണാം കേട്ടോ. ഇതാണ് ടോപ്പ് വ്യൂ. ഇനി ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ കാണാം, പക്ഷെ ഒന്നും പെയിൻറ്റഡ് ഒന്നുമല്ല. ഒരു ആവറേജ് വർക്കേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ കാറ് 174 GT. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോർ ഷോയിലെ നാലാമത്തെ വണ്ടി ലംബോർഗിനി ഹുറാക്കൻ LP 6104. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു ഡുവൽ ടോൺ ആയിട്ടാട്ടോ. ഒരു ഗ്ലോസി ഗ്രീൻ ഫിനിഷിൽ നമ്മുടെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഒരു ആഷ് കളർ ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലംബോർഗിനിയുടെ ലോഗോ ഒക്കെ ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. അത്യാവശ്യം ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യുവൽ ടോണിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്ലാസ് ഒക്കെ കാണാൻ പറ്റും. അതിനകത്ത് 2 സീറ്റ്സ് ഉണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്ക് വ്യൂ. ഇപ്പോൾ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ഹൊറാക്കൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിഫ്യൂസറൊക്കെ നല്ല ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലൈറ്റ്സ് ഒന്നും പെയിൻറ്റഡ് അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോൾ ലുക്ക്. 4ാമത്തെ വണ്ടി ലംബോർഗിനി ഹൊറാക്കൻ LP61 ആണ് നമ്മുടെ മോട്ടോർ ഷോയിലെ 5th ആൻഡ് ഫൈനൽ വണ്ടി, ലോട്ടസ് എവിജ. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഗ്ലോസി ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പ് ബ്ലാക്ക് ആണ് കേട്ടോ, ഡ്യുവൽ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല്. ഇപ്പോൾ സൈഡ് പ്രൊഫൈലിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അലോയ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, സിൽവർ ഫിനിഷിൽ. അപ്പോൾ ഈ ബ്ലൂവും സിൽവറും നല്ല കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ സൈഡ് പ്രൊഫൈല്. ഇനി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോട്ടസിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് വ്യൂ നോക്കുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ നല്ല പെയിൻറ്റഡ് ആണ്. ബാക്കിൽ സ്പോയിലറൊക്കെ ഉണ്ട്. മോശമില്ലാത്ത ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി ലോട്ടസ് എവിജ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 5 വണ്ടികൾ കേട്ടോ മോട്ടോർ ഷോയിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.